Nvidia രണ്ട് ദിവസം മുന്നേ കുറച്ച് ഇൻസൈൻ അനൗൺസ്മെന്റ്സ് നടത്തി ആൻഡ് ദാറ്റ് ലിറ്ററലി ഷുക്ക് ഡൗൺ ദി ഹോൾ ഇൻഡസ്ട്രി. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അത് എന്തൊക്കെയാണ് അനൗൺസ്മെന്റ്സ് ആൻഡ് ദാറ്റ് അനൗൺസ്മെന്റ്സ് ആർ ലിറ്ററലി ഇൻസൈൻ. അത്രയും കിടുവാണ്. ലിറ്ററലി മാർക്കറ്റൊക്കെ ഭയങ്കരമായിട്ടൊരു ഷെയ്ക്കാണ്, കാരണം കിട്ടില്ല അനൗൺസ്മെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ ഫോളോ ചെയ്യുക, താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മളിവിടെ ഒരു ഇൻഫർമേഷൻസ് ഗെയിൻ ആൻഡ് ഷെയർ എന്നൊരു പരിപാടിയാണ് പഠിക്കുന്നത്. സോ ലെറ്റ്സ് ബാക്ക് ടു ദ വീഡിയോ. ഡിസ്ക്ലെയ്മറാണ്, എനിക്ക് ഈ പി സിയുടെ കാര്യങ്ങളെ കുറിച്ച് അധികം അറിയത്തില്ല, വളരെ ബേസിക് നോളജ് മാത്രമേ ഉള്ളൂ. സോ ഞാനിത് ChatGPT ആൻഡ് ഗൂഗിളിലുള്ള സംഭവമൊക്കെയാണ് പറയുന്നത്. സോ അതൊന്ന് മൈൻഡ് ചെയ്ത് വയ്ക്കുക. സോ നമ്മളിപ്പോൾ ഒരു പി സി എടുക്കാൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും മോസ്റ്റ്ലി നോക്കുക? നല്ലൊരു പ്രൊസസ്സർ, അതുപോലെ തന്നെ അത്യാവശ്യം ഗെയിമിങ്ങും എഡിറ്റിംഗ് ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡും കൂടെ നോക്കുക. പക്ഷേ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമില്ല. യെസ്, ഇനി ഇത് രണ്ടും ഒരുമിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ പ്രൊസസ്സറും അതുപോലെ തന്നെ ഈ GPയും കൂടി കമ്പൈൻഡ് ആണിത്. അതായത് ഒറ്റ ചിപ്പ്. ഇൻസെയിൻ റൈറ്റ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് NVIDIA ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് TSMCയുടെ 3 നാനോമീറ്റർ പ്രൊസസ്സറിൽ 70 ബില്യൺ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ഇത് NVIDIA ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് ലൈക്ക് ഇൻസെയിൻ, ദി ബെസ്റ്റ്. ഇതിപ്പോൾ റൈറ്റ് നൗ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്തിരുന്നത് ഈ വിൻഡോസിന് വേണ്ടിയിട്ടാണ്. മൈക്രോസോഫ്റ്റ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഇത് മേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെക്സ് നോക്കാം. സ്പെക്സ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയത്തില്ല, എന്നാലും ഞാൻ സ്പെക്സ് ഒക്കെ പറയാം. ഇപ്പോൾ അതായത് 20 കോർ ARM GPU, പിന്നെ ബ്ലാക്ക്ബെൽ ബേസ്ഡ്. ബ്ലാക്ക്ബെൽ അറിയാലോ, NVIDIAയുടെ ഒരു ഗെയിം ചേഞ്ചിങ് ചിപ്സെറ്റ് ആയിരുന്നു അത്. ആൻഡ് അതുപോലെ തന്നെ 128 യൂണിഫൈഡ് മെമ്മറി, അതായത് 128 GB റാം. ഡ്യൂഡ്, 128 GB റാം. അതുപോലെ തന്നെ ഈ AI ഏജൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് മോസ്റ്റ്ലി വരുന്നത്. ഇനി എന്തായാലും AI ഏജൻസിൻ്റെ അറിയാണ്, നമുക്കതൊരു നമ്മുടെ സോൺ അതാണ്. നമുക്കത് അടുത്ത ടെക്നോളജിയിൽ പിടിക്കാം. ഇത് ഏകദേശം ഒരു ഒക്ടോബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും വരികയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റിനായിട്ട് മറ്റേ മൈക്രോസോഫ്റ്റ് ഡെല്ലി HP അവരൊക്കെ ആയിട്ടാണ് വരികയെന്ന് പറഞ്ഞിട്ടുള്ളത്. അറിയത്തില്ല. പിന്നെ പ്രൈസിങ് നോക്കണ്ടോ, നല്ല പ്രൈസ് ആയിരിക്കും. ഒരു 2 ലക്ഷത്തിന് മേലെ നോക്കിയാൽ മതി. ആൻഡ് അത് പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇത്രയും വലിയ പവർഫുൾ ആയ സംഭവം ഒരു ലാപ്ടോപ്പ്, അതും ഗെയിമിംഗ് ഒക്കെ അത്ര 100 FPS വരെ ഇപ്പോൾ കിട്ടുന്നതാണ് പറയണത്. എനിക്കറിയത്തില്ല എന്ത് സംഭവം എന്നൊക്കെ ഇതിനെ കുറിച്ചിട്ട് അധികം. ഇപ്പം എല്ലാവരും എൻ്റെ PC അറിയുന്ന ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഇത് ഭയങ്കര ഇൻസൈനായ ഒരു അപ്ഡേറ്റ് ആണ്, അങ്ങനെ സംഭവമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ഫീൽഡിൽ അത് വരെ വന്നിട്ടില്ല. ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രമേ എനിക്കുള്ളൂ ഇതിനെ കുറിച്ചിട്ട്. അതായത് നിങ്ങൾക്ക് എത്രയാ 90 GB വരെ വരുന്ന ഈ 3D ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് സപ്പോർട്ട് ആവും. അതുപോലെ തന്നെ 12K വീഡിയോ എഡിറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ആവും. 12K 4K 8K എന്നല്ല, 12K. അത്രയും പവർഫുൾ ആണ് ഒരു ലാപ്ടോപ്പിലുള്ള ഒരു ചിപ്സെറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് ഭയങ്കര ഈ ഗെയിമിംഗ് ലാപ്ടോപ്സ് പോലെ ഭയങ്കര ഹെവിയോ അങ്ങനെയൊന്നുമല്ല. എത്രയോ എനിക്കറിയത്തില്ല, ഭയങ്കര സ്ലിമ്മാണെന്ന് കേട്ടെ. അത്രയ്ക്ക് അല്ലെങ്കിലും ഒരു ബേസിക് സ്ലിമ്മാണെന്ന് കേട്ടെ. സോ ഓക്കെ, അത് RTX സ്പാർക്കിനെ കുറിച്ചുള്ള ന്യൂസ്. ഇനി നമ്മുടെ മെയിൻ പരിപാടിക്ക് വരാം. മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറാ റൂബിൻ ഇതാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് ഒഫീഷ്യലി പ്രൊഡക്ഷൻ ആണ്. അതായത് ഒരു ചിപ്സെറ്റ് ആണ്, അതായത് അടുത്ത ചിപ്സെറ്റ് ആണ്. അതായത് നമ്മുടെ ഈ ബ്ലാക്ക് ബെല്ലിന്റെ സക്സസർ ആണെന്നൊക്കെ പറഞ്ഞാണ് ഇറക്കാൻ പോകുന്നത്. അത് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ AI. ഈ AIക്ക് വേണ്ടിയിട്ട് ഈ AI ജെൻസിക്ക് ഇതിന് മാത്രം ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ആൻഡ് അതായത് ഇതിന്റെ NVIDIA CEO പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നെക്സ്റ്റ് ഗ്രോത്ത് ഡ്രൈവർ എന്നൊക്കെയാണ് പറയുന്നത് NVIDIAയുടെ. അറിയത്തില്ല എന്താവും. ഇത് ഇനിയിപ്പോൾ പ്രൊഡക്ഷനിലാണ്, ഇനിയിപ്പോൾ ഇത് ഇറങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ വെറാ CPU അത് അതായത് ഈ AMD അതുപോലെ തന്നെ Intel അതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്ററായി നിൽക്കുമെന്ന് അറിയത്തില്ല. ബ്ലാക്ക് ബെൽ ഭയങ്കര സക്സസർ ആയിരുന്നു. ഇപ്പോൾ ഇതെന്താവും അറിഞ്ഞുകൂടാ. ഇത് മെയിനായിട്ട് NVIDIA പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ലോ ലേറ്റൻസി, അതുപോലെ ബെറ്റർ എഫിഷ്യൻസി, അതുപോലെ ബിൽഡ് സ്പെസിഫിക്കലി ഫോർ AI വർക്ക്ലോഡ്സ്. ഇനി മൊത്തം AI ആയിരിക്കും, AI വർക്ക്ലോഡ്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ആൻഡ് അപ് ടു 1.8x അജന്റിക് പെർഫോമൻസ്. അപ്പോൾ അതൊക്കെയാണ്. ഇതിപ്പോൾ ഡയറക്റ്റ് ചാലഞ്ച് ടു AMD പിന്നെ Intel. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഇവിടെ അധികം ഈ CPUs ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Intelലും AMDനാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു കോമ്പറ്റീറ്ററായിട്ട് വരുന്നതായിരിക്കും. ബ്രോ. ആൻഡ് പിന്നെ പറഞ്ഞുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ലോക്കൽ AI. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു AI വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചാറ്റ് ബോട്ടും ഈ AI നമ്മളെ വ്യത്യാസം വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണൽ AI രീതിയിൽ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യം അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡാറ്റ സെൻറ്റേഴ്സ് വേണം. നമ്മളിപ്പോൾ എത്ര അനുസരിച്ച് ഈ ചാറ്റ് ചെയ്യണോ, അതുപോലെ തന്നെ ഈ പ്രോംപ്റ്റ്, അതുപോലെ തന്നെ ഓരോന്നിങ്ങനെ ഈ AI എടുത്ത് ചോദിക്കുന്നു, അതിനനുസരിച്ച് AI അവരുടെ ആ ഒരു ബ്രെയിൻ സ്റ്റോർ ചെയ്തിരിക്കും. അതായത് ഈ ഡാറ്റ സെൻറ്റേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ ഡാറ്റ സെൻറ്റേഴ്സ് കൂൾ ചെയ്യണതിന്, അതായത് ഈ ഭയങ്കര ഹീറ്റ് ആകുമ്പോൾ അത് കൂൾ ചെയ്യണതിന് വേണ്ടിയിട്ട് എത്രയോ അങ്ങോട്ട് ലിറ്റേഴ്സ് വെള്ളം വേണം. അതായത് ഡ്രിങ്കിങ് വാട്ടർ, പ്യുവർ വാട്ടർ വേണം.
അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതായത് എങ്ങനെയാണ് ഞാൻ കേട്ടത്, അതായത് നമ്മുടെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാം. അതായത് ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ നമ്മളൊരു ഒരൊറ്റ ചാറ്റിന് ഒരൊറ്റ ടെക്സ്റ്റിന് എത്ര ഒരു ഡ്രോപ്പ് വെള്ളം അങ്ങനെ വേണം, അതായത് ജസ്റ്റ് ഒരു ആവറേജ് പിടിക്കണം, അതായത് അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. സംഭവം നൈസായിട്ടുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഞാൻ അതായത് ഒരു സ്പെസിഫിക് വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഇവൻറ്റിൽ മെയിനായിട്ട് പറഞ്ഞത് മറ്റേ ഈ ലോക്കലായി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗെറ്റിംഗ് ക്യാരിയുടെ വേല. അപ്പോൾ ഈ ലോക്കലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോംപ്റ്റ് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻസ് എവിടെ സ്റ്റോർ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൗഡിലായിരിക്കും സ്റ്റോർ ചെയ്യുക. പക്ഷേ ഇത് ക്ലൗഡിലല്ല, ഇത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവസി, അപ്പോൾ ഒന്ന് പ്രിവസിയുടെ കാര്യം, അതുപോലെ തന്നെ ലോക്കലായി സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കിപ്പോൾ അതൊരു ഭയങ്കര ഒരു വ്യത്യാസമായി. NVIDIA വന്ന് ഇപ്പോൾ ക്ലോഡൊന്ന് കയറി വന്നപ്പോഴേക്കും NVIDIA വീണ്ടും ഒരു സംഭവം ഇറക്കി, അത് ക്ലോഡിനില്ലാതാക്കിയ പോലെ അത് ലോക്കലായി സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കതിനെ കുറിച്ച് അധികം അറിയത്തില്ല. അപ്പോൾ അതായത് 128 GB RAM ഉണ്ട്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, അപ്പോൾ ഏകദേശം എന്തൊക്കെയായിരിക്കും എന്നൊക്കെ. പറയുന്നതിന് മുന്നേ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോംപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലൗഡിൽ പോയിട്ട് അവരുടെ ഡാറ്റ സെന്റേഴ്സിലായിരിക്കും സ്റ്റോർ ആവുക. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സ്റ്റോർ ആയിരിക്കും. അപ്പോൾ പ്രിവസി ഉണ്ടാവുമായിരിക്കും, അതുപോലെ തന്നെ പുറത്തേക്ക് അങ്ങനെ പോകത്തില്ല. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. മനസ്സിലായി നിങ്ങൾക്ക്? എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയത്തില്ല, കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നോർമലി ക്ലൗഡ് സ്റ്റോറേജ് ഒന്നും ഇപ്പോൾ അധികം ആർക്കും ആവശ്യമില്ലെങ്കിൽ പോലും ഈ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നല്ല സബ്സ്ക്രിപ്ഷൻ്റെ ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകത്തില്ല എന്നാണ് പറയണത്. ആൻഡ് വിച്ച് ഇസ് എ ഗ്രേറ്റ് വൺ. അതുപോലെ തന്നെ ഈ AI ഓക്കെ ഇത് ഇപ്പോൾ ഈ AIക്കൊക്കെ ഇപ്പോൾ പ്രൊവിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നല്ല പൈസയാണ്. അപ്പോൾ അതും ഒന്ന് കുറഞ്ഞ് കിട്ടുന്നു. മനസ്സിലായോ? എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡാറ്റ സെന്റേഴ്സും വേണമെങ്കിൽ അവിടെ റാം മെമ്മറി റാമിന് നല്ല പൈസ ആയിരിക്കും. അപ്പോൾ റാമിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് ഈ സബ്സ്ക്രിപ്ഷന് നല്ല പ്രൈസ് ഹൈക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കുറവൊക്കെ വരുന്നതാണ് പറയണത്. സോ വിച്ച് ഇസ് എ ഗ്രേറ്റ് വൺ. പക്ഷേ അത് പ്രാക്ടിക്കലി എന്താവും അറിയത്തില്ല, വരട്ടെ, അത് നോക്കട്ടെ. ഏകദേശം ഓഗസ്റ്റ് ഒക്ടോബറിലാണ് റിലീസ്. നോക്കട്ടെ വാങ്ങാൻ പറ്റുമെന്ന്. ഞാൻ എല്ലാ ടൈമിൽ PC എടുക്കാൻ നോക്കുന്നുണ്ട്, നോക്കട്ടെ. ഇത് എടുക്കുന്നില്ല, ഞാൻ PC ബിൽഡിംഗ് തന്നെ ആയിരിക്കും നോക്കുക. ആൻഡ് അടുത്തത് ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സംഭവം. അതായത് NVIDIA ഈസ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമനോയിഡ് റോബോട്ട്സ്. അതായത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രില്യൺ മാർക്കറ്റ് വരാൻ പോകുന്നത് ഈ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന റോബോട്ട്സ് ആയിരിക്കും. ഇപ്പോൾ റൈറ്റ് നൗ മറ്റേ ഏജൻസ് ആണെങ്കിലും ഇനി വരാൻ പോകുന്നത് ഫിസിക്കലി വർക്ക് ചെയ്യണ റോബോട്ട്സ് ആയിരിക്കുന്നു, ഹ്യൂമനോയിഡ് റോബോട്ട്സ്. ഇത് സംഭവം ശരിയാണ്. അതായത് ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയോട് ഹ്യൂമൻ അച്ചീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു 20 ഏജ് കൊണ്ടുള്ള ഒരു ചെക്കൻ തുടങ്ങിയ ഒരു റോബോട്ട്. അപ്പോൾ അവൻ അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഒരു ആൾക്കാർ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു ക്യാമറ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ ജോലി ചെയ്യുന്ന സംഭവം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഡാറ്റ എടുക്കുകയാണ്. മനസ്സിലായോ? തിങ്കിങ്. അപ്പോൾ അത് ഒരു ഐഡിയ, ഒരൊറ്റ ട്രേഡ്, അതൊക്കെ മതി ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് മാറാൻ. അപ്പോൾ ഇതാണ്, അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന അടുത്ത നെക്സ്റ്റ് ഇയർ ആണെന്ന് പറഞ്ഞാൽ ഈ റോബോട്ട്സൊക്കെ ആയിരിക്കും. അതിപ്പോൾ ഹ്യൂമനോയിഡ് വർക്ക്സ് ആയിരിക്കും. ഇപ്പം തന്നെ ഓൾറെഡി അതായത് ബേസിക് ആയിട്ടുള്ള ഈ തുണി മടക്കി വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ റോബോട്ട്സിന് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഹ്യൂമൻസിനെ പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് ആണ് ഈ ഹ്യൂമൻ അച്ചീവ് എന്ന് പറഞ്ഞ സംഭവം വെക്കുന്നത്. ആൻഡ് അപ്പോൾ NVIDIA പറഞ്ഞത് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇങ്ങനത്തെ ഇത് സംഭവിക്കും. നെക്സ്റ്റ് $1 trillion എക്കോണമി, അതായത് മാർക്കറ്റ് വരാൻ പോകുന്നത് ഈ ഹ്യൂമനോയിഡ് റോബോട്ട്സിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇസാക് ഗ്രൂട്ട് റെഫറൻസ് ഹ്യൂമനോയിഡ് റോബോട്ടാണ് NVIDIA പറഞ്ഞത്. അതായത് അൺവീരിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ NVIDIA ജസ്റ്റ് തോർ ഹാർഡ്വെയറും പിന്നെ യൂണിറ്ററി റോബോട്ടിക് ഹാർഡ്വെയറും NVIDIA AI സോഫ്റ്റ്വെയറും. ഇത് ഈ ChatGPT-കളാണ്, ഞാൻ അതാണ് വിളിച്ച് പറയുന്നത് കേട്ടോ കാര്യം കണ്ടത്. ഞാൻ ഈ പറഞ്ഞ മറ്റേ ഹ്യൂമൻ അച്ചീവിൻ്റെ കേസ് വേണമെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ നോക്കണം. ആകെ 10 വ്യൂസ് ഉള്ളൂ. 10 വ്യൂസിൽ 5 പേര് ഞാനാണ്. 5 പേര് ലൈക്ക് ക്ലിക്ക് ബൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ട്, കമൻറ്റ് ഇട്ടേക്ക്, ഞാൻ അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആൻഡ് കോസ്മോസ് 3 NVIDIA കോസ്മോസ് 3 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോസ്മോസ് 3 ഫോർ റോബോട്ടിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് മെയിൻ സംഭവം, അതായത് റോബോട്ട്സിൻ്റെ ഈ ഹ്യൂമനോയിഡ് റോബോട്ട്സിന് വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെയാണ്. അതുപോലെ തന്നെ ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻസ് അങ്ങനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ അച്ചീവ്സ് പോലെ തന്നെ ഈ AIക്ക് ഈ റോബോട്ട്സിന് ഈ ഹ്യൂമനായിട്ട് എങ്ങനെ നിൽക്കണം, ആ രീതിയിലുള്ള പരിപാടിയും അതിൻ്റെ ഡാറ്റാസ് ഫീഡ് ചെയ്യാനും അതുപോലെ അതിനെ റിസർച്ച് ചെയ്യാനും ആ ഒരു റിസർച്ച് ആൻഡ് അനലൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ സംഭവം. ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി. സോ ഓക്കെ, അപ്പോൾ അതൊക്കെയാണല്ലോ. എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയത്തില്ല. ഈ PC ബിൽഡിംഗ് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല. എനിക്ക് വന്ന ന്യൂസാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്.
ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി തെറ്റായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ലെജിറ്റാണ്. അതൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസസ് ഒക്കെ നോക്കിയാൽ മതി, ഇത് കറക്റ്റൊക്കെയാണ്. പിന്നെ മോർണിംഗ് ആയ കാരണം ഒന്നാമത് എനിക്ക് വയ്യ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ന്യൂസസ് ഉണ്ട്, അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം. കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ഈ NVIDIA ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയി വീഡിയോ ഇടാം. പിന്നെ ആ വാട്ടർ കൺസ്യൂമിഷൻ്റെ, അതായത് ഈ ഡാറ്റ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അളവുണ്ട്. അതൊക്കെ ഞെട്ടും മോനെ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമുക്കൊരു ഇങ്ങനെ ഉണ്ടാവില്ല, അത് ഈ AI വന്നു കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചറിൽ ഇങ്ങനെയായിരിക്കും, അതായത് വെള്ളമൊന്നും ഉണ്ടാവില്ല, മനുഷ്യർക്ക് ഭയങ്കര കഷ്ടപ്പാട്, ദാരിദ്ര്യം, അങ്ങനെയൊക്കെ ആവുന്നതാണല്ലോ. കുറച്ച് വേറൊരു സംഭവം ഉണ്ടല്ലോ, ഈ എന്നിട്ട് കൽക്കി പടത്തിലും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുപോലെയൊക്കെ ആവോ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനത് പറയാൻ കുറച്ച് സീരിയസ് ആണ്. അതുപോലെ തന്നെ ഓൾറെഡി കുറേ സ്ട്രൈക്സും പ്രൊട്ടസ്റ്റൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്തോ ഈ ഡാറ്റ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഓൾറെഡി US എന്തൊക്കെ സ്ട്രൈക്കൊക്കെ നടന്നിട്ട് അവിടെ എന്തോ നടക്കില്ല, US എവിടെ കൊണ്ട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അറിയില്ല, അത് ഞാൻ വീഡിയോ ഇടാം. അത് കുറച്ച് സീരിയസ് ആണ്. സോ അത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും ഞാനിപ്പോൾ മോർണിംഗ് ആണ് എടുക്കുന്നത്. നൈറ്റ് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാം. നമ്മളൊരു ഈവനിങ് 5:45 ആണ് നമ്മൾ നോക്കുന്ന ഒരു ടൈം. ഡെയിലി ആ ടൈമിൽ അപ്ലോഡ് ചെയ്യാനാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്ത് ആയി അറിയാം. താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു ഷെയറിംഗ് ചെയ്യുന്ന പരിപാടി റൈറ്റ് നൗ എനിക്ക് ഇത്രയും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മെല്ലെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ആൻഡ് ഇത്രയൊക്കെയാണുള്ളൂ. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ദിനം. ഓക്കെ, ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. കാലത്തായ കാരണം ചെറിയൊരു ഉറക്കക്ഷീണം മാറിയിട്ടില്ല. പിന്നെ ബ്ലാക്ക് ടീ കോഫി അല്ല, അതാ. പിന്നെ ആകെ ഒരു അതായത് വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആകെ 10 പേരുള്ളൂ കാണുന്നത് റൈറ്റ് നൗ. എനിക്കത് ഓക്കെയാണ്. ആ ഒരു 10 പേര്, നിങ്ങൾക്ക് ആ 10 പേരിൽ 3 വ്യൂസ് 5 വ്യൂസ് ഞാനൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് ഒരു ആവശ്യമുണ്ട്, കാരണമാണ് മേ ബി നിങ്ങൾക്കൊരു ഗിവ് അവേ ഒരു പരിപാടി അങ്ങനെയൊക്കെ പിടിക്കണമെന്നൊക്കെ ഉണ്ട്. റൈറ്റ് നൗ പറ്റില്ല, ഞാൻ മെല്ലെ സെറ്റ് ചെയ്യാം. സോ ബൈ. നമുക്ക് നാളെ കാണാം. നാളെയും മറ്റന്നാളെ ഞാൻ ന്യൂസായിട്ട് വരാം.